നാരായണ നാരായണ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 4-ാമത്തെ അധ്യായം. അതിലെ 32-ാമത്തെ ശ്ലോകം, 32, 33 രണ്ട് ശ്ലോകം ഇപ്പോൾ പറയണു. അത് 33 ശ്ലോകമാണ് ഈ 4-ാമത്തെ അധ്യായത്തിലുള്ളത്. 13-ാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറയണം. വാചികം. ഓം തസ്യൈവം ഖിലമാത്മാനം മന്യമാനസ്യ ഖിദ്യത കൃഷ്ണസ്യ നാരദോഭ്യാഗാദാശ്രമം പ്രാഗുദാഹൃതം. അപ്പോൾ ഭഗവാനെക്കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കിയ, ഭഗവത്വത്തെ അറിഞ്ഞ വേദവ്യാസൻ ഇത്രയും കൂടുതൽ പ്രവർത്തികൾ ചെയ്തിട്ട് അത് അന്യോപകാരം വേണ്ട രീതിയിൽ എത്തിയില്ലേരിക്കുമോ എന്ന് സംശയം തോന്നി ഞാൻ ഇനി അത് ചെയ്തോളാം എന്ന് ഉറപ്പിച്ച സമയത്താണ് നാരദൻ്റെ വരവ്. ബ്രഹ്മാവ്, നാരദൻ, പ്രദ്യുമ്നൻ ഒക്കെ ബുദ്ധിയാണ്, ബുദ്ധിയുടെ പ്രതീക. ആത്മാനം സ്വയം ഏവ, ആത്മാനമേവ. അവിടെ ജീവാത്മാവ് എന്ന നിലയ്ക്കാണ്. വ്യാസനാകുന്ന ഈ ബ്രഹ്മാംശമായിട്ടുള്ള വിഷ്ണു തന്നെയായിട്ടുള്ള ജീവാത്മാവ് ദേഹബോധത്തോടു കൂടിയിട്ട് ഖിലം, അതിൻ്റെ കുറവ്, ആ കുറവിനെ മന്യമാനസ്യ, നന്നായിട്ട് മനസ്സിലാക്കിയപ്പോൾ എന്ന് സാരം. എന്തിനെയാണോ മനസ്സിലാക്കേണ്ടത് അതിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഖിദ്യത, ഖേദിച്ചു, നല്ലോണം ഖേദിച്ചു. തസ്യ കൃഷ്ണസ്യ, ആ കൃഷ്ണദ്വൈപായനായിട്ടുള്ള വിഷ്ണുവായിട്ടുള്ള വേദവ്യാസൻ്റെ, പരാശരൻ്റെയും സത്യവതിയുടെയും മകനായിട്ടുള്ള ഈ വേദവ്യാസൻ്റെ, കൃഷ്ണദ്വൈപായനൻ്റെ പ്രാഗ് ഉദാഹൃതം, പ്രാഗ് മുൻപേ ഉദാഹൃതം, ഉദാഹരണമായിട്ട് പറഞ്ഞതായിട്ടുള്ള ആശ്രമം, ഈ ആശ്രമത്തെ നാരദ അഭ്യാഗാദാശ്രമം, നന്നായിട്ട് തന്നെ വന്നു എന്നാ. മുന്നേ വിചാരിച്ച് കാത്തിരിക്കുക അങ്ങനെയല്ല, വന്നിട്ട് നാരദനല്ല ആവശ്യം, നമുക്കാണ് ആവശ്യം. അഭ്യാഗതന്മാരുടെ പ്രത്യേകത അതാണ്. അഭ്യാഗതന് യാതൊരു ആവശ്യമില്ല. പക്ഷേ സ്വീകരിക്കുന്നതായിട്ടുള്ള ഈ ആതിഥേയന് ആവശ്യമുണ്ട്. ഇനി അതിഥിക്ക് അങ്ങനെയല്ല, അതിഥിക്ക് ആവശ്യമുണ്ട്, അഭ്യാഗതന് ആവശ്യമില്ല. നാരദന് പ്രത്യേകിച്ച് ഒരാവശ്യമില്ല. പക്ഷേ ഈ അതിഥിയാണ് വെച്ചാൽ ആ അതിഥിക്ക് ആവശ്യമുണ്ട്. ആതിഥേയന് ഇവിടെ നാരദനെ കൊണ്ട് ആവശ്യമുണ്ട്. ആതിഥേയന് അതിഥിയെ സ്വീകരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ആവശ്യങ്ങളില്ല. പക്ഷേ ആവശ്യമുണ്ട്. എങ്ങനെ ആവശ്യം വരിക? ഈ അതിഥിയെ സൽക്കരിക്കുമ്പോൾ പുണ്യം കിട്ടും, ആ നിലയ്ക്കൊരു ആവശ്യമുണ്ട്, അത്രയേ ഉള്ളൂ. മറ്റങ്ങനെയല്ല. നാരദൻ ഇവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നു, അതാണ് അഭ്യാഗതത്വം. വെറുതെ വന്നവർക്കല്ല, നന്നായിട്ട് വന്നു എന്നാ, അതാണ് അഭ്യാഗതത്വം. മറ്റേ തിരി നോക്കാതെ ദൃശ്യ വരിക, അത്രേ വേണ്ടൂ. അത് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ മറ്റത് അറിഞ്ഞിട്ട് തന്നെയാണ് വരണേ. ഇവിടെ ഈ സമയത്ത് ഈ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ആ പുണ്യാത്മാവ് വന്നു, അതാണ് അഭ്യാഗതത്വം. അപ്പോൾ ഇവിടെ ആത്മാനം സ്വയം ഇങ്ങനെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്നർത്ഥം. എന്താ മനസ്സിലാക്കിയത്? ഖിലം മന്യമാനസ്യ, ഈ കുറവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ആലോചിക്കാറുണ്ടോ? നമ്മിൽ ചില കുറവുകളുണ്ട് എന്ന്. അത് ആത്മവിമർശനം കൊണ്ട് ഈ കുറവുകളെ കിട്ടും. ഇപ്പോൾ രോഗമുണ്ട്, രോഗത്തെ നമുക്ക് മനസ്സിലാവില്ലേ? ആ രോഗം കുറവ് തന്നെയാണ്. ഇപ്പോൾ മറവി, എൻ്റെ മറവി, സ്ഥിരമായിട്ട് ചെല്ലുന്ന ഗായത്രി ചിലപ്പോൾ മറക്കും. പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശാശേഷാൻ ആശുധന്വന്തരേഹരെ, അത് ചിലപ്പോൾ അതാണ് മുഴുവനായിട്ട് ചൊല്ലാൻ പറ്റിയില്ല വെച്ചാലോ. ഇതിപ്പോൾ ചെല്ലാത്തതല്ല, എപ്പോഴും ചെല്ലുന്നതാണ്, പക്ഷെ തോന്നില്ല. ഇത് ഒരു നെഗറ്റിവിറ്റിയാണ്. അത് എന്തുകൊണ്ട് വരണു? പൂർവ്വജന്മത്തിൽ എന്തോ ഒരു പോരായ്മയാണ്. അത് ഇപ്പം അനുഭവിക്കുക. ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ ആ രീതിയിലാണ് വന്നത്, അതുകൊണ്ടാണ് അത് അനുഭവിക്കുന്നത്. അത് ഒരു പാപപരിഹാരാർത്ഥം കൂടിയാണ്. ഇനി അത് വേറെ വിഷയം. എങ്കിലും ഈ ഒരു കുറവിനെ, നമ്മിലുള്ള കുറവുകളെ നമ്മൾ വിശകലനം ചെയ്ത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അത് മനസ്സിലായി. മന്യമാനസ്യ, ആ വേദവ്യാസൻ ഈ ഖിദ്യത, ഇതുകൊണ്ടാണ് ഖേദിച്ചത്. തസ്യ കൃഷ്ണസ്യ, ആ കൃഷ്ണദ്വൈപായനൻ്റെ, വ്യാസരുടെ പ്രാഗ് ഉദാഹൃതം, മുൻപ് പറഞ്ഞതായിട്ടുള്ള ആശ്രമം, ഈ ശമ്യാപ്രാസം എന്ന ആശ്രമം,
സരസ്വതി നദീ തീരത്തുള്ള ആശ്രമത്തിലേക്ക് നാരദ അഭ്യാഗാത്. നാരദൻ അവിടെ അഭ്യാഗതനായി. അപ്പോൾ നാരദൻ വന്നത് എന്തിനു വേണ്ടിയിട്ടാ? എങ്ങനെയാണോ ഈ വ്യാസൻ അടുത്ത പ്രവൃത്തിയിലേക്ക് ഈ ലക്ഷ്യത്തോടു കൂടിയിട്ട് എത്തേണ്ടത് അതിനെ പറഞ്ഞു കൊടുക്കാൻ. നാരദൻ ഭഗവാനാണ്, വിഷ്ണുവും വ്യാസനും ഭഗവാനാണ്, രണ്ടുപേരും വിഷ്ണുവാണ്. നാരദൻ നേരിട്ട് ഈ സനകാദി മഹർഷിമാരിൽ നിന്ന് ഭാഗവതം കേട്ടയാളാ. അപ്പോൾ ഭഗവാന്റെ ഭഗവത്വം മുഴുവൻ ഉള്ളതായിട്ടുള്ള രണ്ടുപേരും തമ്മിലുള്ള സംവാദം ബ്രഹ്മനാരദ സംവാദം പോലെ തന്നെ നാരദവ്യാസ സംവാദം, ശ്രീശുഖ ബ്രഹ്മർഷിയും പരീക്ഷിത്തും പറഞ്ഞ പോലെ തന്നെയുള്ള സംവാദം, അത് ഭാഗവതമാണെങ്കിൽ ഇതും അതുതന്നെയാണ്. സൂചനയേ വേണ്ടു. ഭാഗവതം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ തന്നെ അത് പൂർണ്ണമായി. അപ്പോൾ തസ്യ ഏവം, ആ അദ്ദേഹത്തിന് തന്നെ ഇപ്രകാരത്തിൽ, ഈ വ്യാസന് തന്നെ ഇപ്രകാരത്തിൽ അഖിലം, ആ കുറവിനെ എന്തോ ആത്മാനം, അത് തനിക്ക് തന്നെ, ഈ ജീവാംശമായിട്ടുള്ള ബ്രഹ്മാംശമായിട്ടുള്ള ജീവാംശം, അതായത് ദേഹബോധത്തിലായിരിക്കുന്നത്, അതുകൊണ്ടാണ് മന്യമാനസ്യ, അത് നല്ലോണം അറിഞ്ഞു. എന്ത്? ഈ ദുഃഖത്തെ, ഖിദ്യത, ഈ ദുഃഖത്തിനുള്ള കാരണത്തെ അറിഞ്ഞു. കൃഷ്ണസ്യ, ഈ കൃഷ്ണദ്വൈപായനായിട്ടുള്ള വ്യാസരുടെ ആ സമയത്ത് നാരദൻ അവിടെ അഭ്യാഗാത്, ആ ആശ്രമം ശമ്യാപ്രാസം എന്നുള്ള ആ ആശ്രമത്തിലേക്ക്, സരസ്വതി തീരത്തിലേക്ക്, കൃഷ്ണദ്വൈപായനന്റെ വ്യാസനുടെ ആശ്രമത്തിലേക്ക് നാരദ അഭ്യാഗാത് വന്നു ചേർന്നു. പ്രാഗ് ഉദാഹൃതം. എന്താ പ്രാഗ് ഉദാഹൃതം? മുമ്പ് എന്താ പറഞ്ഞത്? ഈ ആത്മകഥം പോലെ പറഞ്ഞത്. വ്യാസൻ ആത്മകഥം പോലെയാണ് പറഞ്ഞത്. ഞാൻ ചെയ്തത് മറ്റേ വേദം വിന്യസിച്ചു, മറ്റേ അതേപോലെ പുരാണങ്ങൾ എഴുതി, ശാസ്ത്രം എഴുതി, ഉപനിഷത്ത് എഴുതി, എല്ലാവർക്കും വേണ്ടതൊക്കെ ഞാൻ കൊടുത്തു. പക്ഷേ എല്ലാവരും അത് വേണ്ട രീതിയിൽ സ്വീകരിച്ചിട്ടില്ല. അത് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം ഞാനൊരു ധർമ്മത്തെ ഊന്നി പറഞ്ഞു, പക്ഷേ ഭഗവാനെ നായകനാക്കിയിട്ട് പറഞ്ഞില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഇനി ഞാനത് മറ്റു ചെയ്യാൻ പോവുകയാണ് എന്ന് ഉറപ്പിച്ച സമയത്താണ് അത് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നാരദൻ അവിടെ അഭ്യാഗാത്, എവിടെ? അതേ സ്ഥാനത്തേക്ക് ഇങ്ങോട്ട് വന്നു. ക്ഷണിച്ചിട്ടല്ല, ആവശ്യപ്പെട്ടിട്ടല്ല. അപ്പം നമ്മളും ഇതേപോലെ തന്നെ എവിടെ ഇരുന്നിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അവിടെ ഇരുന്ന് ചെയ്താൽ മതി. ഈ ഭൂമിയുടെ എവിടെയായാലും കുഴപ്പമില്ല. ദേശകാല അവധി നിർമുക്തം എന്ന് ഭഗവാനെ കുറിച്ച് പറയും. അതാത് ദേശത്ത് ഇരുന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ഫലമുണ്ട് എന്ന് പറയും. ഇപ്പോൾ നദീതീരത്ത് ഇരുന്ന് ചെയ്യുന്ന പ്രക്രിയകൾക്ക്, ചളി പരിഹാരങ്ങളായാലും ശരി, ഇതൊക്കെ ഇതിനൊക്കെ പ്രത്യേകം ഫലമുണ്ട്. അതേപോലെ തുളസിയുടെ അടുത്ത്, ആലിൻ്റെ ചുവട്ടിൽ, ക്ഷേത്രത്തിൽ, ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഗ്രന്ഥം വെച്ചിട്ട്, സാളഗ്രാമം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫലം കൂടുതലുണ്ട്. അത് ശരി. പക്ഷേ എങ്കിലും നമ്മൾ എവിടെ ഇരുന്നാലും ശരി ഭഗവാൻ അങ്ങോട്ട് വന്നോളും എന്ന കൂട്ടത്തിൽ ഭഗവാൻ ഇവിടെ നാരദനായിട്ട് വ്യാസന്റെ അടുത്തേക്ക് വന്നു. തസ്യൈവം ഖിലമാത്മാനം മന്യമാനസ്യ ഖിദ്യത കൃഷ്ണസ്യ നാരദോഭ്യാഗാദാശ്രമം പ്രാഗുദാഹൃതം. നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ അറിയാതെ കണ്ട് ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നു നമ്മളെ സഹായിക്കാൻ തയ്യാറായി എങ്കിൽ ആ ആൾക്ക് ജനമേജയൻ എപ്രകാരത്തിലാണോ വ്യാസന് രാജ്യം അങ്ങേക്ക് തരണു കേട്ടോ എന്ന് പറഞ്ഞ് സമർപ്പിക്കേണ്ടത് അതേപോലെ സമർപ്പിക്കണം എന്നാ. വ്യാസൻ എന്താ പറഞ്ഞത്? അങ്ങ് ഈ രാജ്യത്തെ അങ്ങയുടേതല്ലാതെ കണ്ട് ഭരിക്കൂ എന്നാണ്. ഹരിശ്ചന്ദ്രന്റെ കഥയിൽ കേൾക്കാം. ഹരിശ്ചന്ദ്രൻ ഈ സ്വത്ത് മുഴുവൻ, രാജ്യം മുഴുവനെ വിശ്വാമിത്രന് ദാനം കൊടുത്തു. അപ്പോൾ അവിടെ ഒരു ക്ലോസ് ഉണ്ട്. എന്താ ക്ലോസ്? ഹരിശ്ചന്ദ്രൻ്റേതല്ലല്ലോ രാജ്യം. ഹരിശ്ചന്ദ്രൻ ഭരിക്കണു എന്നല്ലേ ഉള്ളൂ, പാരമ്പര്യമായിട്ട് കിട്ടിയതല്ലേ. ഇനി ധൃതരാഷ്ട്രര് മറ്റേ പാണ്ഡവര്, ഈ യുധിഷ്ഠിരൻ രാജസൂയം നടത്തി രാജ്യം മുഴുവനെ തൻ്റേതാക്കി, ഭൂമി മുഴുവൻ ജയിച്ചു. പക്ഷേ ഭൂമി യുധിഷ്ഠിരൻ്റേതാണോ? ഭൂമിയെ ഭരിക്കാനുള്ള അവകാശത്തെ സ്വയം ബലം കൊണ്ട് നേടിയെടുത്തു, കഴിവ് കൊണ്ട് നേടിയെടുത്തു എന്നേ ഉള്ളൂ. ഭൂമി യുധിഷ്ഠിരൻ്റെ അല്ല. അപ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ വന്നത് ആര് കണക്കാക്കിക്കൊണ്ട? ഭഗവാനാൽ കണക്കാക്കിക്കൊണ്ട. ആരാ വന്നത്? ഭഗവതാംശമായിട്ട് ജീവനാ. എങ്ങനെയാ വന്നത്? ശരീരത്തോട് കൂടിയിട്ടാണ് വന്നത്. എന്താ കൊണ്ടുവന്നത്? പ്രാരബ്ധം ബാക്കിയുള്ളത്, പൂർവ്വജന്മ കർമ്മ ബാക്കി, അതിനെ തീർക്കാനാ.
അപ്പം അതിന് സഹായിയായിട്ടേ നമ്മൾ മാറാവൂ. അന്യൊരാൾ അതിന് സഹായിയായിട്ടേ മാറാവൂ. അതിനെ മനസ്സിലാക്കി കൊടുക്കാനാണ് നാരദൻ ഇവിടെ വ്യാസനോട് ഭാഗവതത്തെ രചിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് അഭ്യാഗാത് വന്നത്. അപ്പോൾ നമ്മൾ വലിയൊരു ജോലിക്കാരനായി, ധാരാളം സമ്പാദിച്ചു, കൊട്ടാരം കെട്ടി, ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കി. ഇത് മുഴുവൻ നമ്മുടേതാണോ? നമ്മുടേതല്ല എന്നറിഞ്ഞുകൊണ്ട് അതിനെ എങ്ങനെയൊക്കെ നാം ഉപയോഗിക്കുന്നുവോ അങ്ങനെയാണെങ്കിൽ അത് ശരി. ഇത് ഞാനുണ്ടാക്കിയതാണ് എന്ന അഹങ്കാരത്തോട് കൂടിയിട്ട് അതിനെ ഉപയോഗിക്കുന്നുവോ അത് സംസാരത്തിന് കാരണമാകും. ഇത്രയേ ഉള്ളൂ. തെറ്റെന്ന് പറയാൻ പറ്റില്ല. സംസാരത്തിന് കാരണമാകും. ആസക്തി വരും, മറ്റത് ആസക്തി വരില്ല. ഇത്രയേ വ്യത്യാസമുള്ളൂ. ഭഗവാൻ വ്യാസനാണ് ഇത് രചിച്ചത് എന്ന് വ്യാസൻ പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റു പുരാണങ്ങളൊക്കെ വ്യാസൻ രചിച്ചതാണ് എന്ന് വ്യാസൻ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതം ഒഴിച്ച്. അത് ഈ നാരദന്റെ വരവാണ് കാരണം. അഭ്യാഗാത് അതാണ് കാരണം. തസ്യൈവം ഖിലമാത്മാനം മന്യമാനസ്യ ഖിദ്യത കൃഷ്ണസ്യ നാരദോഭ്യാഗാദാശ്രമം പ്രാഗുദാഹൃതം. അങ്ങനെയുള്ള ആ തസ്യ ഏവം അങ്ങനെയുള്ള ഇതേ ഭാഗവതം എന്താ വെച്ചാൽ അത്, അല്ലെങ്കിൽ ഇതേ വിചാരം തന്നെ, അല്ലെങ്കിൽ വ്യാസൻ്റേതായിട്ടുള്ള അപ്പോഴത്തെ മനോഭാവം തന്നെ, ഖിലം ആത്മാനം അതിൻ്റെ കുറവിനെ മനസ്സിലാക്കി, ജീവാത്മാവ് സ്വയമേവ തന്നിലേക്കുള്ള ഈ കുറവിനെ മനസ്സിലാക്കി, മന്യമാനസ്യ അതുകൊണ്ട് അത് നല്ലോണം മനസ്സിലാക്കിയത് കൊണ്ട് ഖിദ്യത ദുഃഖിക്കുകയും ചെയ്തു. കൃഷ്ണസ്യ ആ വേദവ്യാസന്റെ അടുത്തേക്ക് നാരദൻ അഭ്യാഗാത് നന്നായിട്ട് തന്നെ വന്നു. ആശ്രമം ഈ ശമ്യാപ്രാസം എന്നുള്ള സരസ്വതി തീരത്തുള്ള വ്യാസന്റെ ആശ്രമത്തിലേക്ക് വന്നു. പ്രാഗ് മുന്നേ, എപ്പോഴാച്ചാൽ പണ്ട് ഇപ്പോൾ ജസ്റ്റ് ആത്മകഥം പോലെ പറഞ്ഞത്, ഉദാഹൃതം നന്നായിട്ട് തന്നെ പറഞ്ഞതിനെ, ഉദാഹരണ സഹിതം പറഞ്ഞതിനെ എന്നുവെച്ചാൽ ഒക്കെ പറഞ്ഞപ്പോഴേ സകലതും പറഞ്ഞു. തസ്യൈവം ഖിലമാത്മാനം മന്യമാനസ്യ ഖിദ്യത കൃഷ്ണസ്യ നാരദോഭ്യാഗാത് ആശ്രമം പ്രാഗുദാഹൃതം തമഭിജ്ഞായ സഹസാ പ്രത്യുദ്ധായ ആഗതം മുനി പൂജയാമാസ വിധിവത് നാരദം സുരപൂജിതം. മുനി മനനശീലമുള്ള വ്യാസൻ. മുനിയായാലും ഋഷിയായാലും അവധൂതനായാലും ഈ പരമഹംസനായാലും മറ്റേ സ്മൃതി എഴുതിയതായിട്ടുള്ള ആളായാലും പലതും വ്യാസനെക്കുറിച്ച് പറയാനുണ്ട്. വ്യാസോച്ഛിഷ്ട ജഗൽ സർവം വ്യാസനാൽ പറയപ്പെട്ടതേ ഉള്ളൂ. അപ്പോൾ ആ വ്യാസനെ ഗുരുവായിട്ടാണ് നമ്മൾ കാണുക. അങ്ങനെയുള്ള ഈ വ്യാസമുനി ആഗതം വന്നിരിക്കുന്നതായിട്ടുള്ള തം നാരദം, ആ നാരദനെ, ഏത് നാരദനെ? അഭ്യാഗാത്. അതാണ് അങ്ങനെയുള്ള നാരദനെ അഭിജ്ഞായ നന്നായിട്ട് അറിഞ്ഞു എന്നാ, ജ്ഞാനായ എന്നേ വേണ്ടു, അഭിജ്ഞായ നന്നായിട്ട് തന്നെ മനസ്സിലാക്കി, സഹസ വളരെ പെട്ടെന്ന്, സഹസ വളരെ വേഗം, പ്രത്യുദ്ധായ എഴുന്നേറ്റു. നാരദനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വേഗം എഴുന്നേറ്റു. സുരപൂജിതം ദേവന്മാർ കൂടി പൂജിക്കുന്ന ദേവർഷിയാണ് നാരദൻ. ദേവർഷി ഭഗവാൻ ശ്രീ നാരദ എന്നാ പറയാ ദേവർഷിയെ. അങ്ങനെയുള്ള ഈ നാരദൻ ദേവന്മാരെ പൂജിതനാണ് എപ്പോഴും. നാരദം ആ നാരദനെ വിധിവത് എപ്രകാരമാണോ പൂജിക്കേണ്ടത് അപ്രകാരം പൂജയാമാസ പൂജിച്ചു. നന്നായിട്ട് കാല് കഴുകി അർഘ്യപാദാദികളെ കൊണ്ട് 16 ഉപചാരങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പശുദാനം കാര്യങ്ങളൊക്കെ കൊടുക്കണം. പശുവിനെ കൊണ്ടുപോകുന്നില്ല നാരദനെ. അപ്പോൾ വേണ്ട രീതിയിൽ എങ്ങനെയാണോ പൂജിക്കേണ്ടത് കാല് കഴുകി പൂജിച്ചു, നമസ്കരിച്ചു, പ്രദക്ഷിണം വെച്ചു, കുശലം ചോദിച്ചു. കുശലം നമ്മൾ ഉദ്ദേശിക്കുന്ന കുശലല്ല, ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഓരോരുത്തരോടും ഓരോ തരത്തിലുള്ള കുശലമാണ് ചോദിക്കുക. അപ്പോൾ ദേഹത്തിന് സുഖല്ലേ എന്നുള്ളത് ചോദിക്കണ്ട എന്ന് അത്രേ ഉള്ളൂ. തം അഭിജ്ഞായ ആ നാരദനെ നന്നായിട്ട് തന്നെ വേദവ്യാസൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഹസ വളരെ പെട്ടെന്ന് പ്രത്യുദ്ധായ ഉത്ഥായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റു എന്നായി. പ്രത്യുദ്ധായ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് പ്രതി ഉത്ഥായ അദ്ദേഹത്തിന് വേണ്ടി എന്ന രീതിയിലാണ്, നാരദന് വേണ്ടിയിട്ട് എഴുന്നേറ്റു. നാരദനെ കണ്ടപ്പോൾ ബഹുമാനത്തോട് കൂടിയിട്ട് നാരദനെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട്, നാരദനെ പ്രദക്ഷിണം വയ്ക്കാൻ വേണ്ടിയിട്ട്, നാരദനെ പൂജിക്കാൻ വേണ്ടിയിട്ട്, അതാണ് പ്രത്യുദ്ധായ. അങ്ങനെ പ്രത്യുദ്ധായ ആഗതം വന്നതായിട്ടുള്ള മുനിഹി ഈ വേദവ്യാസൻ
നാരദനും മുനിയാണ്, വേദവ്യാസനും മുനിയാണ്. അപ്പോൾ ഈ വേദവ്യാസൻ മുനി പൂജയാമാസ, നന്നായിട്ട് പൂജിച്ചു. വിധിവത്, എങ്ങനെയാണോ വേദം വിരിച്ചത് ആ ദേവർഷിയെ പൂജിക്കേണ്ടത് എങ്ങനെയാണോ ആ രീതിയിൽ വേദവ്യാസൻ നാരദം പൂജയാമാസ വിധിവത്. നാരദം സുരപൂജിതം. നീ നാരദന്റെ വിശേഷണം എന്താ? സുരപൂജിതം, ദേവന്മാർ കൂടി പൂജിക്കുന്നതായിട്ടുള്ള ആ നാരദനെ വേദവ്യാസൻ നന്നായിട്ട് തന്നെ എഴുന്നേറ്റ് പൂജിച്ചു, ബഹുമാനിച്ചു, നല്ലോണം അറിയുകയും ചെയ്തു. അഭിജ്ഞായ തം അഭിജ്ഞായ സഹസ പ്രത്യുദ്ധായ ആഗതം മുനി പൂജയാമാസ വിധിവത് നാരദം സുരപൂജിതം. അപ്പോൾ യാതൊരു ഭഗവാനാണോ ഈ സ്വയമേവ തന്നെ വിശകലനം ചെയ്തുകൊണ്ട് തനിക്ക് പറ്റിപ്പോയി എന്ന് മനസ്സിലായത്, ആ തെറ്റിനെ തിരുത്താൻ വേണ്ടി നിശ്ചയിച്ചു. അത് ഇപ്രകാരത്തിലാണ് വേണ്ടത് എന്ന് സ്വയമേവ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എങ്കിലും അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അപ്പോൾ വന്നതായിട്ടുള്ള നാരദനെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട്, ഈശ്വരനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് പൂജിച്ചു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തു. പൂജിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പെടും. 16 ഉപചാരം കൂടി ആയിക്കോട്ടെ, എല്ലാം ആ രീതിയിൽ തന്നെ. 48 ഉപചാരം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ 16 ഉപചാരം സാധാരണ, അത് ആ രീതിയിൽ തന്നെ ചെയ്തു. തമഭിജ്ഞായ സഹസ പ്രത്യുദ്ധായ ആഗതം മുനി പൂജയാമാസ വിധിവത് നാരദം സുരപൂജിതം. വിധിവത് നാരദം സുരപൂജിതം. ഇനി 33ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് 13ാമത്തെ ഭാഗം, 4ാമത്തെ അധ്യായം, പ്രഥമ സ്കന്ധത്തിൽ. ഇപ്പോൾ ഈ അധ്യായം കഴിഞ്ഞു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ ചതുർത്ഥോധ്യായ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ. ഇനി അടുത്ത 5ാമത്തെ അധ്യായം തൊട്ട് 5, 6, 7, അത് അല്ലെങ്കിൽ 5, 6 എങ്ങനെയായാലും വ്യാസനാരദ സംവാദമാണ്. അത് കഴിഞ്ഞാൽ 7ാമത്തെ അധ്യായത്തിൽ ഈ ഭാഗവത രചിച്ചതായിട്ടുള്ള ഒരു രീതിയൊക്കെ കുറിച്ച് വിസ്തരിച്ച് പറയും. നാരദൻ്റെ പൂർവ്വജന്മാദി കഥകളും സ്വാനുഭവങ്ങളും ഒക്കെ വിസ്തരിച്ച് പറയുന്നതായിട്ടുള്ള രംഗം. ഇതൊക്കെ നമുക്ക് അടുത്ത 2 അധ്യായങ്ങളായിട്ട് കേൾക്കാം. ശ്രീ ഗുരുവായൂരപ്പ. നാരായണ നാരായണ.